ഹായ് ഗൈസ്, അപ്പോൾ എല്ലാ കൂട്ടർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഷവമി പുറത്തിറക്കിയ ഷവമി റെഡ്മി വാച്ചാണ്. സോ ഇത് ചൈനീസ് വേരിയൻ്റ് ആണ്. സോ നമുക്ക് ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഫ്രണ്ടിലായിട്ട് നമ്മുടെ വാച്ച് പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ബോക്സിൻ്റെ ഫ്രണ്ടിൽ നമ്മുടെ റെഡ്മി ബ്രാൻഡിങ്, പിന്നെ നമ്മുടെ വാച്ചിൻ്റെ ജസ്റ്റ് ഒരു ഫോട്ടോയും മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. സോ ബോക്സിൻ്റെ അകത്ത് നമുക്ക് ഫ്രണ്ടിലായിട്ട് നമ്മുടെ വാച്ച് പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ബോക്സിൻ്റെ അകത്ത് നമ്മുടെ വാച്ച് കിട്ടി, പിന്നെ നമ്മുടെ ചാർജർ കിട്ടി, പിന്നെ കുറച്ച് ബുക്കും പേപ്പർ, അതായത് ഡോക്യുമെൻറ്റേഷനും കിട്ടി. സോ ഇങ്ങനെയാണ് നമ്മുടെ വാച്ച് ചാർജ് ചെയ്യേണ്ടത്. ജസ്റ്റ് നമ്മുടെ USB കേബിൾ നമ്മുടെ അഡാപ്റ്റർ ഏതെങ്കിലും ഒരു അഡാപ്റ്റർ കൊടുത്തതിന് ശേഷം നമ്മുടെ വാച്ച് ജസ്റ്റ് അതിൻ്റെ മുകളിലൊന്ന് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ചാർജ് ആവുന്നതാണ്. സോ ഇതാണ് നമ്മുടെ റെഡ്മിയുടെ വാച്ച്. സോ നല്ലൊരു ലെതറി സ്ട്രിപ്സ് തന്നെയാണ് ഈ ഒരു വാച്ചിന് നമുക്ക് തന്നിരിക്കുന്നത്. നല്ല കംഫർട്ടബിളായിട്ട് നമ്മുടെ കയ്യിലൊക്കെ ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു സ്മൂത്തും നല്ല സ്മൂത്തായിട്ടുള്ളൊരു സ്ട്രിപ്സ് തന്നെയാണ് ഈ ഒരു വാച്ചിൻ്റെ നമ്മുടെ ഈ ഒരു വശത്തായിട്ട് തന്നിരിക്കുന്നത്, നമ്മുടെ ഈ ഒരു സ്ട്രിപ്പിൽ നമുക്ക് തന്നിരിക്കുന്നത്. സോ ഞാൻ ആദ്യം ലെതർ എന്ന് പറഞ്ഞു, ഇത് ലെതർ അല്ല, നല്ലൊരു റബ്ബർ രീതിയിലൊരു ഫിനിഷാണ് നമുക്ക് ഈ ഒരു വാച്ചിനകത്ത് തന്നിരിക്കുന്നത്. സോ ഈ ഒരു വാച്ചിൻ്റെ ഏകദേശം വെയിറ്റ് വരുന്നത് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിലാണ് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് കറക്റ്റ് വെയിറ്റ് വരുന്നത് 35, എക്സാക്റ്റ് നോക്കുന്ന സമയത്ത് 35 ഗ്രാമാണ് ഈ ഒരു വാച്ചിൻ്റെ വെയിറ്റ് വരുന്നത്. സോ ചെറിയൊരു വെയിറ്റ് മാത്രമല്ല, ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളൊരു വാച്ച് തന്നെയാണ് നമ്മുടെ റെഡ്മിയുടെ ഈ ഒരു വാച്ച്. സോ എനിക്ക് ഈ ഒരു വാച്ച് കൂടുതലായിട്ടും ഇഷ്ടപ്പെട്ടു. പിന്നെ നമുക്ക് ഈ ഒരു വാച്ചിൻ്റെ ബാക്ക് സൈഡ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും, നല്ലൊരു കർവ്ഡ് ആയിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയാണ് റെഡ്മി ഇപ്രാവശ്യം തന്നിരിക്കുന്നത്. അതോടൊപ്പം നമുക്ക് ഈ സ്ട്രിപ്സ് നമ്മുടെ ജസ്റ്റ് ഈ ഒരു സൈഡിൽ പിടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ സ്ട്രിപ്സൊക്കെ നമുക്ക് ഇളക്കിയെടുത്ത് മാറ്റിയതിന് ശേഷം വേറെ സ്ട്രിപ്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നമുക്കത് ബൈ ചെയ്ത് മേടിച്ച് വെക്കാവുന്നതാണ്. സോ ബോക്സിൻ്റെ അകത്തൂടെ നമുക്ക് വേറെ സ്ട്രിപ്സ് ഒന്നും കിട്ടുന്നില്ല. നമുക്ക് വേറെ സ്ട്രിപ്സ് വേണമെങ്കിൽ ഓൺലൈനിൽ നമുക്ക് മേടിക്കാൻ കിട്ടും. നിങ്ങൾക്ക് അവിടെ നിന്ന് മേടിച്ച് നമുക്ക് ഇതിൻ്റെ സ്ട്രിപ്സൊക്കെ ഫിറ്റ് ചെയ്യാൻ സാധിക്കും. എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ട ഇതിൻ്റെ അകത്തുള്ള വാച്ച് ഫേസസ് ആണ്. എനിക്കത് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഫോണോട്ട് കണക്ട് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള വാച്ച് മോഡൽസൊക്കെ നമുക്ക് ഇടാൻ സാധിക്കും. അതും എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടു. അതോടൊപ്പം ഈ ഒരു വാച്ചിൻ്റെ ഡിസ്പ്ലേ വരുന്നത് 1.4 ഇഞ്ചസിൻ്റെ ഒരു ഡിസ്പ്ലേ ആണ്. IPS LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. 6.3 സെൻറ്റിമീറ്ററിൻ്റെ ഡിസ്പ്ലേ ആണ് നമുക്ക് ഈ ഒരു വാച്ചിനകത്ത് നമുക്ക് തന്നിരിക്കുന്നത്. ഇതിൻ്റെ OS, അതായത് ഈ ഒരു സ്മാർട്ട് ഫോണിൽ റൺ ആവുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം വരുന്നത് പ്രോപ്പർട്ടി OS എന്ന് പറഞ്ഞൊരു സംഭവമാണ്. അത് ഷവമിയുടെ തന്നെ ഒരു OS ആണ് ഈ ഒരു വാച്ചിൻ്റെ അകത്ത് വരുന്നത്. അതോടൊപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് നൈറ്റ് മോഡ്, ഫ്ലാഷ് ലൈറ്റ്, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. മ്യൂസിക് പ്ലേ ചെയ്യാം, അതോടൊപ്പം നമുക്ക് വെതർ കാണാം, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഈ ഒരു വാച്ചിൻ്റെ അകത്ത് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. സോ വാച്ചിൻ്റെ അകത്ത് ക്യാമറ വരുന്നില്ല, മെമ്മറി നമുക്ക് ഇതിൻ്റെ അകത്ത് വരുന്നില്ല. അതോടൊപ്പം നമുക്ക് സൗണ്ട് വരുന്ന സ്പീക്കേഴ്സ് ഈ ഒരു വാച്ചിൻ്റെ അകത്ത് അവൈലബിൾ അല്ല. അതോടൊപ്പം നമുക്ക് വൈഫൈ കിട്ടുന്നില്ല. NFC സപ്പോർട്ടഡ് ആണ്. GPS നമുക്ക് ഈ ഒരു വാച്ചിൻ്റെ അകത്ത് വരുന്നുണ്ട്. ബ്ലൂടൂത്ത് നമുക്ക് ഈ ഒരു വാച്ചോട്ട് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിൻ്റെ അകത്ത് മെസ്സേജിങ് ഫീച്ചർ വരുന്നത് ഇമെയിൽ മാത്രമാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് ഹാർട്ട് റേറ്റ്, കോമ്പസ്, പിന്നെ ആക്സിലറോമീറ്റർ, അങ്ങനെ കുറേ സെൻസേഴ്സൊക്കെ ഈ ഒരു വാച്ചിൻ്റെ അകത്ത് ഇൻബിൽറ്റ് ആയിട്ട് വരുന്നുണ്ട്. ലിഥിയം അയണിൻ്റെ 230 mAh ബാറ്ററിയാണ് നമുക്ക് ഈ ഒരു വാച്ചിൻ്റെ അകത്ത് കിട്ടുന്നത്. ഇത് ബ്ലാക്ക്, ബ്ലൂ, ഐവറി, അങ്ങനെ എന്തോ ഒരു കളർ വേരിയൻറ്റും കൂടെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. സോ ഓവറോൾ ഇത്രയും മാത്രമേ ഈ ഒരു വാച്ചിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഇതുവരെയായിട്ടും ഷവമി ലീക്ക് ചെയ്തിട്ടുള്ളൂ പുറത്തേക്ക്. സോ എനിവേ ഈ ഒരു വാച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് 50 വാട്ടർ റെസിസ്റ്റൻറ്റ് വാച്ചാണ്. സോ ഇതൊരു വാട്ടർ പ്രൂഫ് വാച്ചാണ്. നമുക്ക് വെള്ളത്തിലൊക്കെ മുക്കി വയ്ക്കാൻ സാധിക്കും. സിമ്മൊന്നും ഇടാൻ സാധിക്കില്ല. നമുക്ക് പ്ലാസ്റ്റിക് ബാക്കാണ് വരുന്നത്. ഇതിൻ്റെ ഫ്രെയിം വരുന്നത് ടോട്ടലി നമുക്ക് കണ്ട ഒരു മെറ്റൽ ഫ്രെയിം പോലെ തോന്നും, എങ്കിലും പ്ലാസ്റ്റിക് ഫ്രെയിമാണ് ഈ ഒരു വാച്ചിൻ്റെ അകത്ത് റെഡ്മി നമുക്ക് തന്നിരിക്കുന്നത്. സോ എനിവേ നല്ലൊരു വാച്ചാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ഹാൻഡി ഫീലൊക്കെ ഉള്ള നല്ലൊരു കിടിലൻ വാച്ച് തന്നെയാണ് റെഡ്മി ഇപ്രാവശ്യം തന്നിരിക്കുന്നത്. ടോർച്ച് ലൈറ്റ് എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് കണ്ടോ, നമ്മുടെ ഫ്ലാഷ് ലൈറ്റ് പോലെ നമ്മുടെ സ്ക്രീനിൽ തന്നെ നമുക്ക് ഫ്ലാഷ് ലൈറ്റ് പോലെ ഒരു വെട്ടം കിട്ടുന്നതാണ് വൈറ്റ് രീതിയിൽ. അപ്പോൾ അതും നല്ലതാണ്, എനിക്കിഷ്ടപ്പെട്ടു. സോ അതോടൊപ്പം ഇതിൻ്റെ ലെതറി സ്ട്രിപ്സും എല്ലാം എനിക്കിഷ്ടപ്പെട്ടു. സോ എനിവേ ഇതിനകത്ത് നമുക്ക് DND മോഡ്സും അതേപോലത്തെ കുറേ മോഡ്സൊക്കെ അവൈലബിൾ ആണ്. നമ്മുടെ ഫോണോട്ട് കണക്ട് ചെയ്താൽ മതി ജസ്റ്റ്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ കാണുന്ന ചൈനീസ് ലാംഗ്വേജ് എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ ഇത് നമ്മൾ ചൈനയിൽ നിന്നാണല്ലോ ഇമ്പോർട്ട് ചെയ്തത്. ഞാനിപ്പോൾ ഇത് ഓർഡർ ചെയ്ത ബാങ്കുഡ് വഴിയാണ്. അപ്പോൾ നിങ്ങൾക്കിത് ബൈ ചെയ്യാനുള്ള ലിങ്ക് എല്ലാ സൈറ്റ്സിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് ജസ്റ്റ് ഈ ഒരു പ്രൊഡക്റ്റ് സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് മേടിക്കാൻ സാധിക്കും. ഒരു സൈറ്റിൽ കിട്ടില്ലെങ്കിൽ അടുത്ത സൈറ്റ് ട്രൈ ചെയ്യുക. അപ്പോൾ എല്ലാ സൈറ്റ്സിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് ഈ ഒരു വാച്ച് മേടിക്കാനായിട്ട് സാധിക്കും. എനിവേ ഗുഡ് വാച്ച്, എൻ്റെ ഒപ്പീനിയനിൽ നല്ലൊരു വാച്ച് തന്നെയാണ്. നിങ്ങൾ മേടിക്കാൻ നിൽക്കണമെങ്കിൽ സൂപ്പർ ഒരു വാച്ച് തന്നെയാണ്. അപ്പോൾ റെഡ്മി വാച്ച് ബൈ ചെയ്യാനുള്ള ഡയറക്റ്റ് ലിങ്ക് ഞാൻ താഴെ തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചൈനീസ് വേരിയൻ്റാണ് എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ബാങ്കുഡിൽ എവിടെയെങ്കിലും പോയി സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ കുറേ ഹാർഡ് വർക്ക് എടുത്തിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം ഈ ഒരു ചാനലിൽ ഞാൻ സാംസങ് S21 അൾട്രയുടെ ഗിവ് അവേയും അതോടൊപ്പം കുറേ അൺബോക്സിങ് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ ഇറങ്ങാൻ പോകുന്ന എല്ലാ സ്മാർട്ട് ഫോൺസിൻ്റെ അൺബോക്സിങ് എൻ്റെ ചാനൽ ആദ്യമേ വരുന്നതാണ്. അതുകൊണ്ട് തന്നെ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. Until then, this is Satyan signing off. Bye bye. മറ്റൊരു വീഡിയോ കാണാം.